ഹലോ യൂട്യൂബ്, നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടി. 2 ദിവസം മുന്നേ വണ്ടിയിൽ നല്ലൊരു സ്ക്രാച്ച് ഞാൻ കാണുന്നുണ്ടായി. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ്. ഒന്നുമല്ല, വണ്ടി കുറച്ച് സ്പീഡിൽ ഇറക്കി ബേസ്മെൻറ്റിലേക്ക്. അപ്പോൾ നമ്മളെ ഗേറ്റ് ഉണ്ടല്ലോ, ബേസ്മെൻറ്റിൽ എൻട്രൻസിലുള്ള ഗേറ്റിൻ്റെ അകത്ത് ഒന്ന് എപ്പോഴും അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അടഞ്ഞതിൻ്റെ അറ്റം കൊണ്ടുപോയിട്ട് 2 ഡോറിൻ്റെയും ഗ്ലാസ്സിൽ നല്ല സ്ക്രാച്ച് ഉണ്ടാക്കി. കുറച്ച് സ്പീഡിലുമായിരുന്നു. അതും നമ്മൾ ചില സമയത്ത് ചിന്തിക്കാണ്ട് ചാടിക്കയറി പലതും ചെയ്യും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാണ്ട് ഇറക്കിയതാണ്, 2 സൈഡും നോക്കാണ്ട്. അപ്പോൾ ആ ഓരോ ഓവർ കോൺഫിഡൻസും എനിക്ക് നല്ലൊരു പണി തന്ന്. ചില പണികൾക്ക് നമ്മൾ എന്താ പറയുക, നല്ല വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 400 ദിർഹം ചിലവായി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ഇതേപോലെ ഗ്ലാസ്സിൽ സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മളേതായ രീതിയിൽ കുറച്ച് എന്തെങ്കിലും ഇട്ട് റബ്ബ് ചെയ്ത് നോക്കും. പക്ഷേ അതൊന്നും ശരിയാവില്ല. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്ത് ചെറിയ ലൈറ്റ് സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ അതും പിന്നെ ഒരു ഡ്രിൽ ഗണ്ണും വെച്ച് ഞാൻ ഒന്ന് ബഫ് ചെയ്ത് നോക്കി. പക്ഷേ അതൊന്നും ശരിയായില്ല. പിന്നെ ബഫിംഗ് വീലും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ ന്യൂന്നൊക്കെ വാങ്ങിക്കുന്ന ചീപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ്. പക്ഷേ അതൊന്നും ഒരു പെർഫെക്റ്റ് ആയില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യണം. നമ്മളെ വണ്ടി വൃത്തിയായി കാണണം. അതുകൂടാതെ പറ്റിയത് നമുക്ക് കാണുമ്പോൾ ഓർമ്മപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത്, ഗ്ലാസ് സ്ക്രാച്ച് റിപ്പയർ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്ത് 400 ദിർഹമായി. പക്ഷേ 400 ദിർഹമായിട്ട് അത് പോയി 90% പോയുള്ളൂ. അങ്ങനെ 100% പോയില്ല ഇങ്ങനെയുള്ള സ്ക്രാച്ച് ആണെങ്കിൽ. ഒന്നാമത് ഇതെൻ്റെ നഖത്തിനെ കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡീപ്പായിരുന്നു. അപ്പോൾ ഈ 400 ദിർഹം സ്പെൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. 200-250 ദിർഹത്തിന് ഈ ബഫിംഗ് വീല് നമുക്ക് നല്ല ഹൈ പവർ ഒരു 2000 to 3000 RPM വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബഫിംഗ് വീല് കിട്ടും. പ്ലസ് ഈ കോമ്പൗണ്ട്, ഈ കാണിക്കുന്ന കോമ്പൗണ്ട്, പിന്നെ ഈ വീലിൻ്റെ തന്നെ സെറ്റ്, പിന്നെ പല ഗ്രേഡിലുള്ള സാൻഡ് പേപ്പറിൻ്റെ ഒക്കെ സെറ്റ് കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്താൽ മതിയായിരുന്നു. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ഷമിച്ചിരുന്നിട്ട് ഇതേപോലെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. വണ്ടി ഗ്ലാസ് ചൂടാവാണ്ട് നോക്കിയാൽ മതി. മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഏതെങ്കിലും പഴയ യൂസ്ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വണ്ടീൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രാപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ പോവും. അപ്പോൾ ഗ്ലാസ്സിൽ ഇങ്ങനെ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആവണ്ട, ടെൻഷൻ ആകണ്ട. നമ്മൾ വണ്ടി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ സ്ക്രാച്ച് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അഥവാ ഏതെങ്കിലും വിധത്തിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിൻറ്റിൻ്റെ വിധത്തിൽ പോളിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അത് മങ്ങിക്കിടക്കും. പിന്നെ എന്തായാലും വണ്ടിയുള്ള ആൾക്കാർക്ക് ഗ്ലാസ് ആയാലും എല്ലാം ഇങ്ങനെ ഇതേപോലെ ഒന്ന് പോളിഷ് ചെയ്യാൻ ഒരു ടൂൾ എപ്പോഴും വീട്ടിലുണ്ടാകുന്നത് നല്ലതായിരിക്കും. സോ ആ ഒരു റിഗ്രറ്റ് മാത്രം. പിന്നെ ഈ ഗ്ലാസ് മാറ്റണമെന്ന് പറഞ്ഞാൽ 2000 ദിർഹോളം ചിലപ്പോൾ. അപ്പോൾ കുറച്ച് ശ്രമിച്ചിട്ട് ഒരു പോളിഷൊക്കെ ഉപയോഗിച്ച് കുറച്ചൊരു 90% പോയാൽ തന്നെ നമുക്കൊരു ആശ്വാസമായിരിക്കും. പിന്നെ ഈ ഗ്ലാസ് മാറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, ഇങ്ങനെയുള്ള വണ്ടീൻ്റെയൊക്കെ ഗ്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ആകാൻ ചോദിക്കും. കാരണം ഇതിൻ്റെ സീരിയൽ നമ്പർ തമ്മിൽ മിസ്മാച്ച് ആവും. അല്ല, ഒരു ബാച്ച് നമ്പർ ഉണ്ടാവും ഇതിൻ്റെ വീട്ടിൽ, എല്ലാ ഗ്ലാസ്സിനും ഒരേ നമ്പറായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് ഒരു സജഷനാണ്, ഇങ്ങനെയുള്ളതാണ് നല്ല ഹൈ RPM ഉള്ള ഇതേപോലെയുള്ള വീല് വാങ്ങിച്ച് ഇതേപോലെയുള്ള കോമ്പൗണ്ടും വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ വിസിബിളായ ഇത് എടുത്ത് കാണിക്കുന്നത് കുറയും. ഇനിയിപ്പോൾ ഇതിൻ്റെ പില്ലേഴ്സ് 4 എണ്ണവും മാറ്റണം, 7 എണ്ണം ഉള്ളൊരു സെറ്റ് AliExpress കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാറ്റുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.